2013 വർഷത്തിൽ മലയാള സിനിമാ ലോകം സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റേതായിരുന്നുവെന്ന് ആരാധകരുടെ സാക്ഷ്യം. ഇന്ത്യ ഗ്ലിറ്റ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 26.4% ആളുകളുടെ പിന്തുണയുമായാണ് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ ഒന്നാമതെത്തിയത്. ദൃശ്യം എന്ന മോഹൻലാലിന്റെ ഇയർ എൻഡ് ചിത്രം തന്നെയാണ് ലാലിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതെന്ന് വേണം കരുതാൻ. മോഹൻലാലിന്റെ ചിത്രത്തിലെ പ്രകടനം പ്രേക്ഷകരെ അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതാണ്. നിരവധി മികച്ച ചിത്രങ്ങളും മോശമായ ചിത്രങ്ങളും മോഹൻലാലിന്റെ കരിയറിൽ കുറിക്കപ്പെട്ട വർഷമായിരുന്നു 2013. എന്നാൽ മലയാളി ആരാധക വൃന്ദം ഇപ്പോഴും മോഹൻലാലിന്റെ ഒപ്പം എന്ന സൂചനയാണ് പോൾ നൽകുന്നത്. രണ്ടാം സ്ഥാനത്തെത്തിയത് ജനപ്രിയ നായകൻ ദിലീപാണ്. മെഗാ ഹിറ്റ് എന്ന് പറയാൻ ദിലീപിന് ഈ വർഷം ചിത്രങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും ചെയ്ത ചിത്രങ്ങളെല്ലാം ഹിറ്റുകളും മികച്ച കളക്ഷൻ നേടിയതുമായിരുന്നു. വമ്പൻ ഹിറ്റുകളുടെ അകമ്പടി ഇല്ലാതെ തന്നെ ദിലീപിന്റെ ജനപ്രിയതയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് കാണിക്കുന്നതായിരുന്നു രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് സംവിധായകൻ ജിത്തു ജോസഫാണ്. പൃഥ്വിരാജിനെ നായകനാക്കി മെമ്മറീസും മോഹൻലാലിനൊപ്പം ദൃശ്യവും അണിയിച്ചൊരുക്കി 2013 സംവിധായകനായിരിക്കുകയാണ് ജിത്തു ജോസഫ്. മെമ്മറീസ് മെഗാ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചപ്പോൾ ദൃശ്യം ബ്ലോക്ക് ബസ്റ്ററായി മുന്നേറുകയാണ്. കഴിഞ്ഞ വർഷം മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഇവ രണ്ടും. ലളിതമായ വിവാഹവും വിവാഹത്തിനായി കരുതിയ പണം ക്യാൻസർ രോഗികൾക്കുമായി നൽകിയും ശ്രദ്ധേയരായ താരദമ്പതികളാണ് റീമ കല്ലിങ്കലും ആഷിക് കപൂറും. ഇവരാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിൽ. കമ്മത്തൻ കമ്മത്ത്, നത്തോലി ഒരു ചെറിയ മീനല്ല, ആഗസ്റ്റ് ക്ലബ്, സക്രിയയുടെ ഗർഭിണികൾ, എസ്കേപ്പ് ഫ്രം ഉഗാണ്ട, 7 സുന്ദര രാത്രികൾ എന്നീ ചിത്രങ്ങളിലാണ് 2013 റീമ നായികയായത്. 5 സുന്ദരികളിലെ ഗൗരി, ഇടുക്കി ഗോൾഡ് എന്നീ ചിത്രങ്ങളിലാണ് കഴിഞ്ഞ വർഷം ആഷിക് സംവിധാനം ചെയ്തത്. അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെ ആഷിക്കിന്റെ അഭിനയവും കഴിഞ്ഞ വർഷം പ്രേക്ഷകർ കണ്ടു. 6ാം സ്ഥാനത്ത് മമ്മൂട്ടിയാണ്. കമ്മത്തൻ കമ്മത്ത്, ഇമാനുവേൽ, കടൽ കടന്നൊരു മാത്തുക്കുട്ടി, കുഞ്ഞനെന്നന്റെ കട, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, സൈലൻസ് എന്നീ ചിത്രങ്ങളാണ് 2013 മമ്മൂട്ടി നായകനായത്. സംവിധായകൻ കമൽ, ഫഹദ് ഫാസിൽ, പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ്, പൃഥ്വിരാജ്, സംവിധായകൻ ലാൽ ജോസ്, ശ്വേത മേനോൻ, ജയറാം എന്നിവരാണ് 7 മുതൽ 13 വരെ സ്ഥാനങ്ങളിൽ. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.